CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ സെക്രട്ടറി വീണ്ടും തുടരും, സുദേവൻ എന്ന് പറയുന്ന ആള് വീണ്ടും തുടരും എന്നൊക്കെയാണ് കേൾക്കുന്നത്. ആയിക്കോട്ടെ. പക്ഷേ ആ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ പ്രതിനിധികൾ അതിശക്തമായ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനും പാർട്ടിക്കെതിരായും നടത്തിയത് എന്നത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടതുണ്ട്. ഇതിനു മുമ്പ് പല പാർട്ടി സമ്മേളനം നടക്കുമ്പോഴും പ്രതിനിധികൾ അവർ നേതൃത്വത്തിനെതിരെയും സർക്കാരുണ്ടെങ്കിൽ സർക്കാരിനെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അതിനേക്കാൾ ഉപരി അതുക്കും മേലെ ഒരു പടിയോ രണ്ടു പടിയും കടന്നിട്ടാണ്, സാധാരണ ചർച്ച നടത്തുന്നതിനേക്കാൾ 2-3 പടി കടന്നാണ് പ്രതിനിധികൾ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്ത് നടന്ന രണ്ടാമത്തെ ദിവസത്തെ ചർച്ചയിലും പിന്നെ ഈ ക്യാപ്റ്റന് എതിരായിട്ട്, അത് ക്യാപ്റ്റൻഷിപ്പിനെതിരായിട്ട്, കേരളത്തിലെ ഒരു ഭരണത്തിനൊരു ക്യാപ്റ്റനുണ്ട് പോലും, ആ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ യാതൊരു ഗുണമില്ലാത്തവനാണ് ക്യാപ്റ്റൻ, ഈ ക്യാപ്റ്റൻഷിപ്പുമായി നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പൊതുവിൽ CPM-കാർ പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പിണറായി വിജയന് കൊടുത്തിരിക്കുന്നൊരു സ്ഥാനമല്ല. അത് മാധ്യമങ്ങളും മറ്റെവിടെ നിന്നൊക്കെയോ വന്ന ഒരു പ്രയോഗമാണ് ക്യാപ്റ്റൻ. ഒരുപക്ഷെ നമ്മുടെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയുകയുണ്ടായി. മാത്രമല്ല, നിയമസഭയ്ക്കകത്തൊരു മന്ത്രി ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് സാർ, ഈ കപ്പൽ മുങ്ങുകില്ല സാർ എന്ന് പറഞ്ഞതുകൊണ്ട് ആയിരിക്കാം ഇദ്ദേഹത്തിനൊരു ക്യാപ്റ്റൻ പരിവേഷം ഇത്തരത്തിൽ ഉണ്ടായത്. പക്ഷേ പാർട്ടി നേതാക്കളാരും അങ്ങനെ പരസ്യമായിട്ട് അദ്ദേഹം ഒരു ക്യാപ്റ്റനാണെന്ന് പറയുന്നത് ഇതുവരെയും കേട്ടില്ല. പക്ഷേ പാർട്ടി സഖാക്കൾ ഈ ക്യാപ്റ്റൻഷിപ്പിനെ ഏറ്റെടുക്കുകയും ഇയാൾ എന്ത് ക്യാപ്റ്റൻ, എവിടത്തെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് പാർട്ടി സമ്മേളനത്തിൽ ആകെ നടക്കുന്ന ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നത്. പാർട്ടിയുടെ CPM-ന്റെ ആ ജില്ലാ സമ്മേളനത്തിന് തന്നെ ക്യാപ്റ്റനെതിരായിട്ട് ശക്തമായ ആക്ഷേപം ഉയർന്നു. അത് ക്യാപ്റ്റൻഷിപ്പിനെതിരായിട്ട് മാത്രമല്ല, ഈ പോലീസിനെതിരായിട്ടും വളരെ ഉയർന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രതിനിധികൾ പറഞ്ഞത്. ഈ പോലീസ് എന്ന് പറയുന്നത് സർക്കാരിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലായിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന് ഈ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ കിളിക്കൊല്ലൂരിൽ അവിടെ ഒരു സൈനികനെയും സൈനികന്റെ സഹോദരനെയും പോലീസ് മർദ്ദിച്ച സംഭവം കൊല്ലം ജില്ലാ സഖാക്കൾക്ക് കണ്ടതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ പോലീസിനെ നിയന്ത്രിക്കാൻ ഈ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റന് യാതൊരു കഴിവുമില്ലാതായിരിക്കുന്ന, വെറും ഒരു നിയന്ത്രണമില്ലാത്ത ഒരു നിയന്ത്രണം വിട്ട ഒരു വിഭാഗമായിട്ട് പോലീസുമായി അറിയിക്കുന്നു. പോലീസ് ഈ സംസ്ഥാന സർക്കാരിനെ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോഴും പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന് വളരെ ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്യാപ്റ്റൻ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതൊക്കെയാണ് ചോദിച്ചത്. മാത്രമല്ല, ഒരുപാട് വിമർശനങ്ങൾ അവർ ഇത് മാത്രമല്ല, മുകേഷിനെതിരായിട്ട് ഒരുപാട് വിമർശനം നടത്തി. പിന്നെ ആര്യ രാജേന്ദ്രനെതിരായിട്ട്, ആര്യചന്ദ്രൻ വെറും ലോകമണ്ടത്തരമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് തിരുവനന്തപുരത്തിൻ്റെ കാര്യം. പക്ഷേ കൊല്ലത്ത് മുകേഷ് ഈ സ്ഥാനാർത്ഥിയാക്കിയത് അതിനേക്കാളും വലിയ മണ്ടത്തരമാണ്. ഇയാളെ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ കയ്യിലിരിക്കുമ്പോൾ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇയാളെക്കുറിച്ച് പരാമർശമുണ്ടെന്നുള്ളത് സർക്കാർ വായിച്ച് പഠിച്ച് മനസ്സിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും ഇയാളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിച്ചത്? പാർട്ടിക്ക് ഇതെല്ലാം അറിയാമായിരുന്നിട്ട് കൂടിയും നാണക്കെടാൻ, പാർട്ടി സഖാക്കളെ നാണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് ആരോപണമായിരുന്നു. മാത്രമല്ല, ഈ ജയരാജന്മാർ, നമ്മുടെ പാർട്ടി സഖാക്കൾ ആരും ഇനി ദയവ് ചെയ്ത് അവർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞാൽ, ഞങ്ങൾ കൈകൂപ്പി പറയുന്നു, ഇനി പാർട്ടി സഖാക്കളാരും നേതാക്കളാരും ആത്മകഥ എഴുതല്ലേ എന്നാണ് അവർ പറയുന്നത്. ജയരാജൻ്റെ ആത്മകഥ വിവാദമായുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ പ്രതിനിധികൾ ഇത്തരത്തിൽ പ്രയോഗം നടത്തിയത്. ഈ ആത്മകഥ എഴുതാൻ ഈ ജയരാജൻ എന്ന് പറയുന്നത് മീശ മാധവനിലെ ഒരു കഥാപാത്രമുണ്ട്, വെടിവഴിപാട് പറയുന്ന കഥാപാത്രം. ഒരു വെടി 2 വെടി എന്നൊക്കെ പറഞ്ഞുള്ള നമുക്കറിയാലോ ഡയലോഗ്സ്. അതുപോലെ വെടിവഴിപാട് പറയുന്ന ഒരാളാണ്, വഴിപാട് പോലെ വെടിവെക്കുന്ന ആളാണ് ഈ ജയരാജൻ. എല്ലാ തെരഞ്ഞെടുപ്പിലും വന്നിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ടും പാർട്ടിയെയും പ്രതിസന്ധിയായിക്കൊണ്ടും 1-2 വെടികൾ വെച്ചു. 2 തെരഞ്ഞെടുപ്പ് വേളയിലും 2 വെടി വെച്ചു, പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് ദയവായി ഇനി ഒരു നേതാക്കളും ആത്മകഥ എഴുതാൻ പോകരുത്. ഇയാൾ ആത്മകഥ കൊണ്ട് ഞങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു, ഞങ്ങൾക്ക് താങ്ങാൻ വയ്യാതായിരിക്കുന്നു. പിന്നെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അത് വർഗീയ പാർട്ടിയും, കോൺഗ്രസിൽ നിന്ന് അകലുമ്പോൾ അതൊരു മതേതര പാർട്ടിയുമായി ആകുന്നത് എങ്ങനെ? അത്തരത്തിലൊരു നിലപാട് ഈ CPM നേതാക്കൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേരാത്ത ഒരുപാട് പ്രവൃത്തികൾ ഈ CPM നേതാക്കൾ നടത്തുന്നു, പ്രത്യേക ഗവൺമെൻറ് നടത്തുന്നു. മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതിനെതിരെ വളരെ ഗുരുതരമായ ആരോപണം അവിടുത്തെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പറയുകയുണ്ടായി.
രണ്ടാമത് പിണറായി സർക്കാരിൽ ഒരേ ഒരാൾ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തുകയും ബാക്കി എല്ലാവരെയും, എല്ലാ പ്രമുഖന്മാരായ സീനിയറായ നല്ല എഫിഷ്യൻ്റായ മന്ത്രിമാരെ പലരെയും, അത് ജി സുധാകരനെയും ഐസക്കിനെയും കെ ശൈലജയും ഒക്കെ പിന്നെ ഒഴിവാക്കിക്കൊണ്ട് കുറേ പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. ശരി, കൊള്ളാം. പക്ഷേ ആ പുതുമുഖത്തിനകത്ത് തന്നെ പിന്നെ ബന്ധു നിയമനം നടത്തി മുഖ്യമന്ത്രി. അത് മുഹമ്മദ് റിയാസിനെയാണ്. അത്ര വലിയ സീനിയറൊന്നും അല്ലാത്ത ഒരു ആളിനെ എന്തിനാണ് അങ്ങനെ ഒരു ബന്ധു നിയമനം നടത്തിയത്? കേരളത്തിലെ പത്രങ്ങളും ജനങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? ബന്ധു നിയമനം ജനങ്ങൾ അംഗീകരിക്കുമെന്ന് അവർ വിചാരിച്ചോ? പാർട്ടി സഖാക്കൾ ഏറാമൂളികളായിട്ട് മിണ്ടാതിരുന്നാലും പിന്നെ ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ അറിയാം. ഇത്രയും ജൂനിയറായ ഒരാളിനെ ഒരു ബന്ധു നിയമനം നടത്തി മന്ത്രിയാക്കിയത് എന്തിനാണ്? അദ്ദേഹത്തിന് നല്ല വകുപ്പ് കൊടുത്തത് എന്തിനാണ്? ഇതെല്ലാം ക്യാപ്റ്റൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ക്യാപ്റ്റൻ കാണിച്ചു വയ്ക്കുന്ന ചില കുണ്ടാമണ്ടികളാണ് എന്നൊക്കെ പറഞ്ഞാണ് ആരോപണം ഉയർന്നത്. അങ്ങനെ നിശ്ചിതമായ വിമർശനമാണ് പിണറായി വിജയനെതിരായിട്ടും വ്യക്തിപരമായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും പാർട്ടിയുടെ നയങ്ങൾക്കെതിരായിട്ടും ജയരാജൻ എന്നുള്ള വലിയ നേതാവിനെതിരായിട്ടും ഒക്കെ, അതായത് മുസ്ലിം ലീഗിനോടുള്ള പെരുമാറ്റം പണ്ടല്ലോ, അതെല്ലാം പാർട്ടി നയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പറയുന്നുണ്ട്. എന്തായാലും ഇനി MV ഗോവിന്ദൻ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ സമ്മേളനം തീരുന്നതിന് മുമ്പ് ഒരു മറുപടി പറയും. ആ മറുപടി ചിലപ്പോൾ നമുക്കിനി വിവരങ്ങൾ കിട്ടും. അതനുസരിച്ച് ആ ഗോവിന്ദൻ പറഞ്ഞ മറുപടികൾ നമുക്ക് കാണാം. മാത്രമല്ല, കൊല്ലം ജില്ലയിൽ ഒരു ഇവിടെ പിന്നെ കരുനാഗപ്പള്ളി പിന്നെ ഏരിയ സമ്മേളനത്തിന് തന്നെ നടന്ന സംഭവങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളാണ്. പ്രശ്നങ്ങൾ തീർക്കാൻ സംസ്ഥാന പിന്നെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല, MV ഗോവിന്ദന് കഴിഞ്ഞില്ല. അവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പകരം അവിടുത്തെ ഏരിയ കമ്മിറ്റിയെ മുഴുവൻ പിരിച്ചുവിടുകയാണ് ചെയ്തത്. എന്തൊരു പിന്നെ പാർട്ടി നേതൃത്വമാണ്! ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാതെ അതിനെ പിരിച്ചുവിടുക എന്ന് പറയുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശേഷി നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണമാണ്. ഇതെല്ലാം അവിടെ ചർച്ച വലിയ രൂക്ഷ വിമർശനമായി. എന്തായാലും ഗോവിന്ദൻ പറയുന്ന മറുപടി കൃത്യമായിട്ടും പിണറായി വിജയന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള മറുപടി ആയിരിക്കും ഗോവിന്ദൻ പറയാൻ പോകുന്നത്. നമുക്കത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കും. ഇനി ഗോവിന്ദൻ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിവരം കിട്ടും. അതനുസരിച്ച് നമുക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പിന്നെ അത് അവതരിപ്പിക്കാനും കഴിയും. പക്ഷേ ഒരു കാലവുമില്ലാത്ത തരത്തിൽ പാർട്ടി സമ്മേളനങ്ങളിൽ, അത് താഴെത്തട്ടുള്ള പാർട്ടി സമ്മേളനങ്ങൾ മുതൽ മുകളിൽ തട്ടിലെ പാർട്ടി സമ്മേളനം വലിയ വിമർശനം ഉയരുന്നു. വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പുത്തരിയൊന്നുമല്ല. സാധാരണ ഈ പച്ചയായ വിമർശനങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണയേക്കാൾ കവിഞ്ഞ് അതുക്കും മേലെ 2-3 പടി കടന്നിട്ടുള്ള വിമർശനം നടക്കുന്നത് വിഭാഗീയതയുടെ രൂക്ഷത തന്നെയാണ് കാണുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരിക്കാം. ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉന്നയിച്ച പാർട്ടി സഖാക്കളെല്ലാം ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾക്കിനി ഈ പാർട്ടിയിൽ വലിയ കാലമൊന്നും നേതൃത്വ പദവിയിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ആ ധൈര്യത്തിലാണ് നിങ്ങൾ പിന്നെ വിമർശനം നടത്തിയെങ്കിൽ ആയിക്കോട്ടെ. അല്ല, നിങ്ങൾക്ക് ഇനിയും നേതൃത്വ പദവിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല. കാരണം പിണറായി വിജയനെയും സർക്കാരിനെയും ഗോവിന്ദനെയും വിമർശിച്ചുകൊണ്ട് ഒരു നേതാവ് ഇനി CPM ഉണ്ടാകില്ല. CPM ആ തരത്തിലായി കഴിഞ്ഞു.